ഇത്തവണ പഞ്ചായത്തിൽ വീറും വാശിയുമേറിയ പോരാട്ടമാണ്. കഴിഞ്ഞ തവണ LDFന് ഇവിടെ ഭരണം നഷ്ടമായിരുന്നു. നറുക്കെടുപ്പിലൂടെ നഷ്ടമായ ഭരണം ഒരു സ്വതന്ത്രയെ കൂറുമാറ്റി അവസാന വർഷം LDF തിരിച്ചുപിടിച്ചു. അതുകൊണ്ട് തന്നെ LDFന് ഇത്തവണ ഇത് അഭിമാന പോരാട്ടമാണ്. എന്നാൽ പഴുതടച്ചുള്ള പ്രവർത്തനവുമായി UDFും രംഗത്തുണ്ട്. വർഷം തുടർച്ചയായി ഭരിച്ച ശേഷമാണ് EMSന്റെ മണ്ണിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമാവുന്നത്. കഴിഞ്ഞ തവണ 8 സീറ്റുകളിൽ വീതം LDFും UDFും വിജയിച്ചു. ഇതോടെ നറുക്കെടുപ്പിൽ EMS ജനിച്ചു വളർന്ന മണ്ണിൽ LDFന് പഞ്ചായത്ത് ഭരണം പോയി. കഴിഞ്ഞ തവണ 16 സീറ്റായിരുന്നു. LDFനായി CPM 7 സീറ്റിലും 1 സീറ്റിൽ CPIയും വിജയിച്ചു. UDFിൽ 2 സ്വതന്ത്രർ ഉൾപ്പെടെ 5 സീറ്റിൽ കോൺഗ്രസും 2 സീറ്റിൽ മുസ്ലിം ലീഗും 1 സീറ്റിൽ വെൽഫെയർ പാർട്ടിയും ജയിച്ചു കയറി. ഇത്തവണ 2 സീറ്റ് കൂടിയിട്ടുണ്ട്. LDFനായി 15ഇടത്ത് CPMഉം 3 സീറ്റിൽ CPIയും മത്സരിക്കും. 4 വർഷം ഇവിടെ UDF ഭരിച്ചപ്പോൾ ഒന്നും ഈ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ല. അവരെ തൊഴുത്തിൽ കുത്തായിരുന്നു സത്യത്തിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ലീഗിന് ഒരിക്കലും കോൺഗ്രസ് മുഖവിലക്കെടുത്തിരുന്നില്ല. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ പല ഉദ്ഘാടന സെക്ഷനിൽ പോലും വൈസ് പ്രസിഡന്റ് ഒരു ബാനറിൽ പോലും ഫോട്ടോ വെക്കാത്ത സ്ഥിതിയായിരുന്നു. UDFിലും സീറ്റ് വിഭജനം പൂർത്തിയായിട്ടുണ്ട്. 9 സീറ്റിൽ മുസ്ലിം ലീഗ്, 8 സീറ്റിൽ കോൺഗ്രസ്, 1 സ്ഥലത്ത് വെൽഫെയർ പാർട്ടി എന്നിങ്ങനെയാണ് നില. കഴിഞ്ഞ 4 വർഷത്തെ ഭരണം ഏലംകുളത്തെ ജനങ്ങളെ സംബന്ധിച്ച് 40 വർഷവും 4 വർഷവും താരതമ്യം ചെയ്യുന്നത്. 4 വർഷം കൊണ്ട് UDFിൻ്റെ ഭരണസമിതി എല്ലാ മേഖലകളിലും വലിയൊരു വികസന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഞങ്ങളിലുള്ള ഒരു സ്വതന്ത്ര മെമ്പറെ അവർ പണം കൊടുത്ത് വാങ്ങി അവർ കഴിഞ്ഞ 1 വർഷം UDFിൻ്റെ ഭരണസമിതി തുടങ്ങി വെച്ചതും പൂർത്തീകരിച്ചതുമായ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു പ്രവർത്തനത്തിനും അവർ നേതൃത്വം കൊടുക്കുകയോ തുടക്കം കുറിക്കുകയോ ചെയ്തിട്ടില്ല. ഏലംകുളത്ത് UDF ഭരണം പിടിച്ചതും അവിശ്വാസ പ്രമേയത്തിൽ കൂടി ആ ഭരണം LDF തിരികെ പിടിച്ചതുമൊക്കെ വലിയ വാർത്തയായിരുന്നു. പണം നൽകിയാണ് കോൺഗ്രസ് സ്വതന്ത്രയെ LDF കൂറുമാറ്റിയതെന്ന് UDF ആരോപിക്കുന്നു. അതല്ല, UDF ഭരണത്തിൽ മനം മടുത്താണ് അവർ കൂറുമാറിയതെന്ന് LDFും ആരോപിക്കുന്നു. ആ കൂറുമാറിയ സ്വതന്ത്ര ഉൾപ്പെടെ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. അതിനാൽ ഏലംകുളത്ത് ഇക്കുറിയും പൊടി പാറുമെന്നുറപ്പ്. മുഹമ്മദ് അഷക്കിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.